കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികൾ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. പ്രതികളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ആയുധം കണ്ടെടുത്തത്. വിവരങ്ങൾ റിയാസ് KM നൽകും. റിയാസ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ആ കുട്ടിയുടെ മൃതദേഹം അടക്കം കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ സുഹൃത്തുക്കളടക്കം വളരെ സങ്കടപ്പെട്ട് അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായത്. ഇപ്പോൾ പ്രതികൾ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തിരിക്കുകയാണ്. അത് കണ്ടെടുത്തത് ഒരാളുടെ വീട്ടിൽ നിന്നാണെന്നാണ് മറ്റൊരു വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഹരിത, 5 പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ്. കണ്ടെടുത്ത പ്രതിയുടെ പേര് നമുക്ക് പറയാൻ നിയമപരമായി അവകാശമില്ല. അതിലൊരു പ്രതിയുടെ വീട്ടിൽ നിന്നും ഈ നഞ്ചക്ക് കണ്ടെടുക്കുകയായിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് താമരശ്ശേരി പോലീസ് SHO ആയിട്ടുള്ള സായുജിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ 5 പ്രതികളുടെയും വീട്ടിൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇവർ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിലൊരാളുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നഞ്ചക്ക് കണ്ടെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പോലീസിൻ്റെ പ്രധാനമായിട്ടുള്ള അന്വേഷണം ഈ നഞ്ചക്ക് എങ്ങനെ കുട്ടികൾക്ക് ലഭിച്ചു, എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഷഹബാസിൻ്റെ മരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നഞ്ചക്ക് കൊണ്ടുള്ള അടിയിൽ തലയോട്ടി പിളർന്നുപോയി എന്നുള്ളതാണ്. തലയോട്ടിക്ക് പൊട്ടലേറ്റു എന്നുള്ളതാണ്. തലയോട്ടി എന്ന് പറയുന്നത് തലയുടെ വലതുഭാഗത്ത് ചെവിക്ക് മുകളിലായിട്ടാണ് തലയോട്ടി പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് ഷഹബാസിൻ്റെ മരണത്തിലേക്ക് നയിച്ചിരുന്നു. അങ്ങേയറ്റം ക്രൂരമായൊരു ആക്രമണമാണ് ഷഹബാസ് നേരിടേണ്ടി വന്നിരുന്നത്. തലയ്ക്ക് മാത്രമല്ല, ഷഹബാസിൻ്റെ കണ്ണിനും ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു. ഇതെല്ലാം ഷഹബാസിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സായുജിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് 5 പ്രതികളുടെയും വീടുകളിൽ പരിശോധന നടത്തിയതും അവരിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഈ നഞ്ചക്ക് കണ്ടെടുക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രതികളെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഹോം കെയർ സംവിധാനത്തിന് കീഴിൽ ആണ് ഉള്ളത്. അവരെ ഹോം കെയറിലേക്ക് മാറ്റിയിരുന്നു. ഇനിയിപ്പോൾ കൂടുതൽ ശക്തമായ തിരച്ചിലാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഹരിത. റിയാസ് KM വിശദാംശങ്ങൾ നൽകിയത്.